ഹായ് എവരി വൺ, വെൽക്കം ബാക്ക് ടു സൈലം ബാങ്കിങ്. വളരെ സന്തോഷമുള്ള ഒരു വാർത്ത നിങ്ങളിലേക്ക് എത്തിക്കാൻ ഞാൻ വന്നിട്ടുള്ളത്. IBPS ക്ലർക്കിന്റെ നോട്ടിഫിക്കേഷൻ വന്നു. 11,403 വേക്കൻസീസ്, 11,403 വേക്കൻസീസ് ആണ് നമ്മുടെ ക്ലർക്ക് എക്സാമിനേഷൻ, IBPSന്റെ ക്ലർക്ക് എക്സാമിനേഷൻ വിളിച്ചിട്ടുള്ളത്. ഒരുപാട് ആസ്പിറൻസ് കാത്തിരിക്കുന്ന ഒരു എക്സാമാണ്, ഒരുപാട് ആസ്പിറൻസ് വെയിറ്റ് ചെയ്യുന്ന ഒരു എക്സാമാണ്. അപ്പോൾ കാര്യമായിട്ട് പഠിച്ചു തുടങ്ങുക. നമ്മുടെ ഡേറ്റ്സ്, നോട്ടിഫിക്കേഷൻ്റെ ഫുൾ ഡേറ്റ്സ് ഞാൻ പറഞ്ഞു പോകാം. കാര്യമായിട്ട് പഠിച്ചു പോയി കഴിഞ്ഞാൽ ഇപ്പോൾ ബേസിക്സ് എല്ലാം കയ്യിലുള്ളവർക്ക് ഇപ്പോഴും പഠിച്ചു പോയി അത്യാവശ്യം നമുക്ക് എക്സാമിലേക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റും അല്ലേ. അപ്പോൾ അത്യാവശ്യം പഠിക്കാൻ എനിക്ക് സാധിക്കും, അത്യാവശ്യം പണിയെടുക്കാൻ പറ്റും, സമയമുണ്ട്. ഡെയിലി ഒരു 5 to 6 hours മാറ്റി വെക്കാൻ കഴിവുണ്ട്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നമ്മുടെ സൈലം ബാങ്കിങ്ങിൻ്റെ പ്രിലിംസിൻ്റെ ക്രാഷ് കോഴ്സ് പർച്ചേസ് ചെയ്യാം. നമുക്ക് ബാക്കി ഡീറ്റെയിൽസ് എല്ലാം എന്ത് ചെയ്യാം, നമുക്ക് വഴിയെ കാണാം. ഓക്കെ, മെയിൻലി നമ്മൾ നോക്കേണ്ടത്, ഏറ്റവും മെയിനായിട്ട് നോട്ടിഫിക്കേഷൻ നോക്കേണ്ട മെയിൻ കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞു പോകാം. ശ്രദ്ധിച്ച് കേൾക്കണം. വീഡിയോ ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ സ്കിപ്പ് ചെയ്യാതെ കാണുക. നിങ്ങളുടെ ബാങ്കിങ് ആസ്പിറൻസ് ആയ ഫ്രണ്ട്സിന് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ ഷെയർ ചെയ്യാം. ഓക്കെ, നോക്കിക്കേ, ഓൺലൈൻ രജിസ്ട്രേഷൻ ഫോർ ഡേറ്റ്സ് എത്രയാ, August 1 മുതൽ August 21 വരെ അല്ലേ. 21/1/8/2026 to 21/8/2026 ആണ് ഓൺലൈൻ രജിസ്ട്രേഷൻ ചെയ്യാനുള്ള ഡേറ്റ്. പിന്നെ നോക്കിക്കേ, പേയ്മെന്റ് ഓഫ് ഫീസും സെയിം ഡേറ്റ് ആണ്. പേയ്മെന്റ് ഓഫ് ഫീസ് അടയ്ക്കേണ്ട ഡേറ്റും സെയിം തന്നെയാണ്. ഒരിക്കലും ഈ എഡിറ്റ്, മൂന്നാമത്തെ കോളം നോക്കിക്കേ, എഡിറ്റ് വിൻഡോ ഫോർ കാൻഡിഡേറ്റ്. ഒരിക്കലും ഈ എഡിറ്റ് വിൻഡോ ഭാഗത്തേക്ക് പോവാതിരിക്കുക, ഇതിന്റെ ഭാഗത്തേക്ക് പോവാതിരിക്കുക. ക്ഷമയോടെ 2 ദിവസം വെയിറ്റ് ചെയ്യുക. 2-3 ദിവസത്തോളം നമ്മൾ ബാങ്കിങ് ചാനലിൽ, നമ്മുടെ സൈലം ബാങ്കിന്റെ ചാനലിൽ നമ്മൾ എന്ത് ചെയ്യും, ഹൗ ടു അപ്ലൈ, എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്നൊരു വീഡിയോ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് കണ്ടതിന് ശേഷം ക്ഷമയോടെ തെറ്റിക്കാതെ എന്ത് ചെയ്യുക, ഈ ഫോം ഫില്ല് ചെയ്യുക. ഒരിക്കലും ഈ എഡിറ്റിന്റെ ഭാഗത്തേക്ക് ആരും പോവാതിരിക്കുക. ഓക്കെ, പിന്നെ പറയുന്നത് ഓൺലൈൻ എക്സാമിൻ്റെ കേസാണ്. ഓൺലൈൻ എക്സാം ഒക്ടോബറിലായിരിക്കും, മെയിൻസ് എക്സാം ഡിസംബറിലായിരിക്കും. നമ്മുടെ പ്രൊവിഷണൽ അലോട്ട്മെന്റ് നടക്കുന്നത് നെക്സ്റ്റ് ഇയർ March 2027. അപ്പോൾ March 2027 ആകുമ്പോഴത്തേനും നമ്മുടെ കാര്യത്തിൽ എക്സാമിൻ്റെ കാര്യത്തിൽ തീരുമാനം ആയിട്ടുണ്ടാവും. നമ്മുടെ ഫ്യൂച്ചറിൻ്റെ കാര്യത്തിൽ നമ്മളൊരു തീരുമാനം എടുത്തിട്ടുണ്ടാവും. ഓക്കെ, ഇമ്പോർട്ടൻറ്റ് ഡേറ്റ്സ് മനസ്സിലായില്ലേ. ഓക്കെ, പാർട്ടിസിപ്പേറ്റ് ഇൻ ബാങ്ക്സ്, മെയിൻലി 11 ടൈപ്പ് ഓഫ് ബാങ്ക്സ് ആണ്. 11 ബാങ്ക്സ് ആണ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. ബാങ്ക് ഓഫ് ബറോഡ, ബാങ്ക് ഓഫ് ഇന്ത്യ, ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര തുടങ്ങിയ 11 ഓഫ് ബാങ്ക്സ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ അതിനെ പറ്റിയൊരു ചെറിയ പേ സ്കെയിലിനെ പറ്റി പറയണം. നമ്മൾ എന്ത് ഡീറ്റെയിൽ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, PDF നോക്കാം. ഓക്കെ, പിന്നെ പറയാൻ പോകുന്നത് എന്താണ്, ഏജ് ലിമിറ്റ്. എല്ലാവർക്കും സംശയമുള്ളതാണ് ഏജ് ലിമിറ്റ്. മിനിമം 20 years ആൻഡ് മാക്സിമം 28 years ആണ്. മിനിമം 20 years ആൻഡ് മാക്സിമം 28 years ആണ് ക്ലർക്കിൻ്റെ ഏജ് ലിമിറ്റ്. അതിൽ നോക്കിക്കേ, അതുപോലെ തന്നെ SC/ST കാൻഡിഡേറ്റ്സിന് 5 years. അതായത് നിങ്ങൾക്ക് ഇപ്പോൾ 28 വയസ്സാണെങ്കിൽ SC/ST കാൻഡിഡേറ്റിന് 28 + 5 33 years വരെ അപേക്ഷിക്കാം. 33 years വരെ അപേക്ഷിക്കാം. അതുപോലെ തന്നെ OBC, നോൺ ക്രിമിനൽ OBC-കാർക്ക് 28 + 3 ആണ്. 31 year വരെ, 31 ഓഫ് ഏജ് വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ക്ലർക്ക് എക്സാമിനേഷന് അപേക്ഷിക്കാം എന്നുകൂടി മനസ്സിലാക്കുക. ഇതിനോട് ഡേറ്റ് പ്രത്യേകം കൊടുത്തിട്ടുണ്ട്, ഡേറ്റ് ശ്രദ്ധിക്കണേ. എ കാൻഡിഡേറ്റ് മസ്റ്റ് ഹാവ് ബീൻ ബോൺ നോട്ട് ഏർലിയർ ദാൻ 2/8/1998. 998 അല്ലേ, 2/8/1998 മുൻപോ അല്ലെങ്കിൽ 1/8/2006 ശേഷമോ ജനിച്ചവർക്ക് അപേക്ഷിക്കാൻ പറ്റില്ല. ഇതിന് ഇൻ ബിറ്റ്വീൻ ദീസ് ആണ് ഈ കാണുന്ന ഈ കാണുന്ന എക്സാം നമുക്ക് അപേക്ഷിക്കാൻ പറ്റുള്ളൂ. മാക്സിമം ഏജ് ലിമിറ്റ് 28 years ആണ്, മിനിമം 20 ആണ്. SC/ST ആണെങ്കിൽ 28 + 5, OBC ആണെങ്കിൽ 28 + 3. ക്ലിയർ അല്ലേ? ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ട് ഏജിൻ്റെ കേസിൽ വരുന്നത്. ഓക്കെ, നമുക്ക് അടുത്തതിലേക്ക് പോവാം. നോക്കിക്കേ, എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ആണ്. പക്ക കറക്റ്റായി പറയുന്നുണ്ട്. എനി ഡിഗ്രി, ഗ്രാജുവേഷൻ അറ്റ് ഡിസിബിൾ ഫ്രം എ യൂണിവേഴ്സിറ്റി, റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഒരു ഡിഗ്രി ഉള്ള ആർക്കും എന്ത് ചെയ്യാം, ഈ കാണുന്ന നമ്മുടെ ക്ലറിക്കൽ എക്സാം അപ്ലൈ ചെയ്യാൻ പറ്റും. എനി ഡിഗ്രി ആണ്. എനി ഡിഗ്രി ആസ് ഓൺ, ശ്രദ്ധിക്കുന്ന ഡേറ്റ് ആണ്. അത് ചില പിള്ളേർക്കുള്ള ഡൗട്ടാണ്, സാറേ നമുക്ക് സർട്ടിഫിക്കറ്റ് കയ്യിൽ വേണമെന്ന് ചോദിക്കണം. സർട്ടിഫിക്കറ്റ് വേണ്ട, നിങ്ങൾ ഈ ഡേറ്റിന് മുമ്പ് പാസ്സായിട്ടുണ്ടെങ്കിൽ 21/8/2026 മുമ്പ് പാസ്സായെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ എക്സാമിന് അപ്ലൈ ചെയ്യാം. ക്ലിയർ? ഈ എക്സാമിന് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും. നല്ലൊരു അവസരമാണ്. മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. ഡിഗ്രി ചെയ്യുന്ന പിള്ളേർക്കൊക്കെ അത്യാവശ്യം കാര്യമായിട്ടൊരു പ്രിപ്പറേഷനും നമ്മുടെ ഫ്രഷ് മൈൻഡിൽ നിൽക്കുകയാണ്. സിമ്പിളായിട്ട് 3 മാസം കൊണ്ടൊക്കെ എന്ത് ക്രാക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഏജിൻ്റെ കേസ് കഴിഞ്ഞു. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ പറഞ്ഞു, ഡിഗ്രിയാണ്. അപ്ലിക്കേഷൻ ഫീസ് എന്താണ്, എല്ലാവർക്കും നോർമലി 850 rupees ആണ്. 175 rupees ഫോർ SC/ST PWD കാൻഡിഡേറ്റ്സിന് 175 rupees ആണ്. ആസ് യൂഷ്വൽ നമുക്ക് അറിയുന്ന കേസാണ് അല്ലേ. നെക്സ്റ്റ് വന്നേക്കുന്നത് എക്സാം പാറ്റേൺ ആണ്. എക്സാം പാറ്റേൺ ഒക്കെ പല എക്സാംസിനും മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ശ്രദ്ധിക്കുക, നമ്മുടെ മെയിനായിട്ടുള്ള QA റീസണിങ് ഇംഗ്ലീഷ് 3 സബ്ജക്റ്റിനും 20 minutes ആണ്. ടൈമിൻ്റെ ലിമിറ്റ് 20 ടോട്ടൽ 1 hour ആണ്. ക്വസ്റ്റ്യൻസിൻ്റെ എണ്ണം കോണ്ടിൻ്റെ കേസിൽ 35 questions 35 മാർക്ക്, റീസണിങ്ങും 35 questions 35 മാർക്ക്, ഇംഗ്ലീഷ് 30 questions 30 മാർക്കാണ്. ടോട്ടൽ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് 100 ആണ്. മാക്സിമം മാർക്സ് 100 ആണ്. 1 മണിക്കൂറിനകത്ത് എക്സാമിൻ്റെ കാര്യത്തിൽ തീരുമാനമാവും. ക്ലിയർ?
35 കോണ്ട് 35 മാർക്സ്, 35 ക്വസ്റ്റ്യൻ റീസണിങ് 35 മാർക്സ്, ഇംഗ്ലീഷിന് 30 ആണ്. ക്ലിയർ? ടോട്ടൽ 100. ക്ലിയർ? ഒരു മണിക്കൂറിനകത്ത്. മെയിൻസിൻ്റെ സീക്വൻസിലേക്ക് വരുമ്പോൾ ജനറൽ ഓർ ഫൈനാൻഷ്യൽ അവയർനെസ് 40 ക്വസ്റ്റ്യൻസ് ആണ്, 50 മാർക്കാണ്, 20 മിനിറ്റ്സ്. സമയം ശ്രദ്ധിക്കുക. നമുക്ക് ജനറൽ അവയർനെസ് അല്ല, GK അല്ല, ജനറൽ അവയർനെസ്സും ഫൈനാൻഷ്യൽ അവയർനെസ്സും ആണ്. ദെൻ ഇംഗ്ലീഷിലേക്ക് വരുമ്പോൾ 40 ആണ്, 40 ക്വസ്റ്റ്യൻ 40 മാർക്കാണ്, 35 മിനിറ്റ്സ്. അഗെയിൻ റീസണിങ് 35 മിനിറ്റ്സ് ആണ്. ക്വസ്റ്റ്യൻസ് നോക്കിക്കേ, 40 ക്വസ്റ്റ്യന് 60 മാർക്ക്, വെയിറ്റേജ് കൂടി 40 ക്വസ്റ്റ്യന് റീസണിങ് മെയിൻസിൽ 60 മാർക്കാണ്. ഇമ്പോർട്ടൻറ്റ് ഏരിയ. നെക്സ്റ്റ് വൺ നമ്മുടെ ക്വാണ്ടിറ്റി QA ആണ്. ആപ്റ്റിറ്റ്യൂഡിലും 40 ക്വസ്റ്റ്യൻ 50 മാർക്സ്, സെയിം ടൈം ആണ്, 35 മിനിറ്റ്സ്. ടോട്ടൽ ടൈമിംഗ് നോക്കിക്കേ, ടോട്ടൽ ടൈമിംഗ് 125 മിനിറ്റ്സ് ആണ്, 200 മാർക്സ്, 160 ക്വസ്റ്റ്യൻസ്. മെയിൻസിലേക്ക് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് 160 ആണ്, മാർക്സ് 200 ആണ്, ടൈമിംഗ് 125 മിനിറ്റ്സ്. ക്ലിയർ? ഓക്കെ ആണ്. നെക്സ്റ്റ് പറയാൻ പോകുന്നത് ID വെരിഫിക്കേഷൻ. നിങ്ങളുടെ ബേസിക്കലി നിങ്ങൾക്ക് അറിയാം, ഡ്രൈവിംഗ് ലൈസൻസോ വോട്ടേഴ്സ് ID എല്ലാം, പാൻ കാർഡ് അല്ലെങ്കിൽ എന്താണെങ്കിലും ആ ഡ്രൈവിംഗ് ലൈസൻസിന് അല്ലെങ്കിൽ ആ ഒരു കറക്റ്റ് ഐഡന്റിറ്റി കറക്റ്റ് കയ്യിൽ കരുതുക, ഒറിജിനൽ കയ്യിൽ കരുതുക. അതായിരിക്കും നമുക്ക് എക്സാം അപ്ലൈ ചെയ്യുമ്പോൾ എന്താണോ നിങ്ങൾ വെക്കുന്നത് അത് തന്നെ എന്ത് ചെയ്യുക, എക്സാം ഹോളിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുക. ഇൻസ്ട്രക്ഷൻ ഫോർ കാൻഡിഡേറ്റ് അറ്റ് ദ എക്സാം വെന്യൂ, കോൾ ലെറ്റർ ഫോർ പ്രിലിമിനറി എക്സാമിനേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ശ്രദ്ധിക്കുക. കോൾ ലെറ്റർ ഓൺ പ്രിലിംസ് എക്സാമിനേഷൻ വിൽ നോട്ട് ബി കളക്ട്. അതായത് ഒന്നുമില്ല, എക്സാം ഹോളിൽ ആ കോൾ ടിക്കറ്റ് കളക്ട് ചെയ്ത് വെക്കില്ല, അത് അവർ സൈൻ ചെയ്ത് തിരിച്ചു തന്നേക്കും. മെയിൻസിന് പോകുമ്പോൾ, അതായത് നിങ്ങൾ പ്രിലിംസ് പാസ്സായി മെയിൻസിന് പോകുമ്പോൾ ആ പ്രിലിംസിന് പോയ ഹോൾ ടിക്കറ്റ് അവിടെ പ്രൊഡ്യൂസ് ചെയ്യണം, ഇല്ലെങ്കിൽ എക്സാം എഴുതാൻ സാധിക്കില്ല. ക്ലിയർ ആയോ? അതായത് പ്രിലിംസ് സമയത്ത് നിങ്ങളുടെ ഹോൾ ടിക്കറ്റ് ഉണ്ടാവും, അല്ലെങ്കിൽ കോൾ ലെറ്റർ ഉണ്ടായിരിക്കും. ആ കോൾ ലെറ്റർ അവിടെ എന്ത് ചെയ്യുക, വിൽ നോട്ട് ബി കളക്റ്റഡ് അറ്റ് ദ എക്സാമിനേഷൻ വെന്യൂ. പിന്നെ എന്താ പറയുന്നത്, candidate will need to retain the call letter along with authenticated stamped copy of the ID proof. അതായത് നെക്സ്റ്റ് മെയിൻസിന് പോകുമ്പോൾ ആ കോൾ ലെറ്റർ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എക്സാം അറ്റൻഡ് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ എന്താണ്, അവിടെ ഫിൽട്രേഷൻ ആണ്, അല്ലെ? ആ കോൾ ലെറ്റർ പോയാൽ അവർക്ക് എന്ത് ചെയ്യാൻ, മെയിൻസ് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ ആ കോൾ ലെറ്റർക്ക് എന്ത് ചെയ്യുക, വൃത്തിയായിട്ട് എടുത്ത് സൂക്ഷിച്ച് വെക്കുക. അതാണ് അവർ പ്രത്യേകം പറയുന്നത്, ഇൻസ്ട്രക്ഷൻ ഫോർ കാൻഡിഡേറ്റ് അറ്റ് ദ എക്സാം വെന്യൂ. നെക്സ്റ്റ് വൺ എന്താ പറഞ്ഞേക്കുന്നത്, പ്രൊസീജിയർ ഫോർ അപ്ലൈയിങ് ഓൺലൈൻ. അതൊന്നുമില്ല, നമ്മൾ കാര്യം പറഞ്ഞ പോലെ തന്നെ എല്ലാ കാര്യങ്ങളും ഒന്നും കൂടി ശ്രദ്ധിക്കുക. നമ്മുടെ ഡിക്ലറേഷൻ, ഇത് വേണ്ട മെയിനായിട്ട് ഡിക്ലറേഷനും സൈനും നിങ്ങളുടെ ഫോട്ടോയും തമ്പും ഈ കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യുക, ഇതിൻ്റെ എല്ലാം സ്കാൻഡ് കോപ്പീസ് കൊണ്ടുവരും. വീണ്ടും ഞാൻ ഒരുപാട് വായിച്ച സമയങ്ങളൊന്നുമില്ല. ഫോട്ടോ, നിങ്ങളുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ, ഡിക്ലറേഷൻ ഒരു നല്ല ഫോട്ടോ ഒക്കെ എടുത്ത് വെക്കുക, സൈൻ, തം, ഇതിൻ്റെ എല്ലാം എന്ത് ചെയ്യുക, സ്കാൻ ഡോക്യുമെൻറ്റ് അവർ പറഞ്ഞ സൈറ്റിൽ പറഞ്ഞേക്കുന്ന അതേ രീതിയിൽ എന്ത് ചെയ്യുക, നോട്ട് ചെയ്ത് വെക്കുക. ക്ലിയർ? എടുത്ത് വെക്കുക. പിന്നെ പറഞ്ഞേക്കുന്നത് നമ്മുടെ വേക്കൻസീസ് ആണ്. ഞങ്ങളുടെ മെയിൻലി എടുക്കുന്നത് നമ്മുടെ കേരളയും തൊട്ടടുത്തുള്ള തമിഴ്നാട്ടിലെയും കേസാണ്. കേരളത്തിൽ ടോട്ടൽ നമ്പർ ഓഫ് വേക്കൻസീസ് 108 വേക്കൻസീസ് ആണ്. ടോട്ടൽ 108. UR ജനറൽ 62 ആണ്, EWS 8 ആണ്, OBC 29, SC/ST 9. ക്ലിയർ അല്ലേ? 108 വേക്കൻസീസ് ഉണ്ട്. കാര്യമായിട്ട് പഠിച്ചു. ഒരിക്കലും വേക്കൻസീസ് നമ്പറിലേക്ക് നോക്കരുത്. ആ ഒരു വേക്കൻസി നമുക്കുള്ളത് മനസ്സിലാക്കുക. അതിനുവേണ്ടി കാര്യമായിട്ട് കഷ്ടപ്പെട്ട് പഠിക്കാൻ തയ്യാറാവുക. ഓക്കെ, ഇനി അങ്ങോട്ട് എക്സാംസ് വന്നുകൊണ്ടേയിരിക്കുകയാണ്, അല്ലേ? ഒരു എക്സാമിന് വേണ്ടിയില്ല നമ്മൾ പഠിക്കുന്നത്. ഒരു വേക്കൻസി ആണെങ്കിൽ ഒരു വേക്കൻസി നമ്മൾ പഠിച്ച് നേടിയെടുക്കും. കട്ടയ്ക്ക് പണിയെടുക്കാൻ ശ്രമിക്കുക, നമ്മൾ കൂടെ ഉണ്ടാവും. ഓക്കെ, നെക്സ്റ്റ് വൺ തമിഴ്നാട് കുറച്ച് വേക്കൻസീസ് ഉണ്ട്. തമിഴ്നാട് അപ്ലൈ ചെയ്യുന്ന ആൾക്കാരുണ്ട്. 675 വേക്കൻസി, ടോട്ടൽ 675 ആണ്. 262 ജനറൽ, 58 EWS, 213 OBC, 137 and 54 SC/ST. ക്ലിയർ? അപ്പോൾ നല്ല കട്ടയ്ക്ക് പഠിക്കാൻ തയ്യാറാണ്. ഒരു അത്യാവശ്യം സമയം ചിലവഴിച്ച് പഠിക്കാൻ ഓക്കെ ആൾക്കാർക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ക്രാഷ് കോഴ്സിൽ ജോയിൻ ചെയ്യാം. ലൈവ് പ്ലസ് റെക്കോർഡ് ക്ലാസ്സസ് ആണ്. 50+ പ്രാക്ടീസ് സെറ്റുകളും അതിൻ്റെ കൂടെ ലൈവ് സെഷൻസും ഉണ്ടാവും. നോക്കിക്കുക. അതുപോലെ തന്നെ നമ്മുടെ RRB PO ക്ലർക്കിൻ്റെ അഡ്മിഷൻസും ഓപ്പൺ ആണ്. 19th of August നമ്മുടെ ബാച്ച് ഓൺ ആവുന്നുണ്ട്. അത് റെഗുലർ ബാച്ചാണ്. കാര്യമായിട്ട് ഓൾമോസ്റ്റ് 450+ ലൈവ് ഹവേഴ്സിൻ്റെ ക്ലാസ്സുകളുണ്ട്. 2 or 3 hours ഡെയിലി ക്ലാസ്സുകളുണ്ടായിരിക്കും. നമുക്ക് ഓക്കെ ആണെങ്കിൽ എന്ത് ചെയ്യാം, കട്ടയ്ക്ക് പഠിക്കാൻ ഓക്കെ ആണെങ്കിൽ ഒന്നെങ്കിൽ നമ്മുടെ ക്രാഷ് കോഴ്സ് ജോയിൻ ചെയ്യാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം, നമ്മുടെ റെഗുലർ ബാച്ചായ RRB PO ക്ലർക്കിലും ജോയിൻ ചെയ്യാം. ഓക്കെ, എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ എന്ത് ചെയ്യാം, എൻ്റെ ടെലഗ്രാം ചാനൽ ഞാൻ കൊടുക്കാം. QA with നിഖിലാണ് ഈ ടെലഗ്രാം ചാനൽ. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. ഓക്കെ അല്ലേ? ഓക്കെ, താങ്ക് യു എവരിവൺ. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ എക്സാംസ്. താങ്ക് യു.